ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം സുധിയുടെ വീട്ടിലാണ്. കൊല്ലം സുധിയുടെ വീടെന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള രേണു സുധിയുടെ ഇപ്പോഴത്തെ പുതിയ വീട്ടിലാണ് കേട്ടോ. ഇതാ നമ്മുടെ കൂടെ രേണു സുധി. അപ്പം നമസ്കാരം. പ്രിയ ചേച്ചി എന്നെ കാണാൻ വന്നത് വേറെ ഒന്നുമല്ല. പ്രിയ ചേച്ചി കുറേ നാളായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് തിരക്കായിരിക്കും, അല്ലെങ്കിൽ ചേച്ചിക്ക് തിരക്കായിരിക്കും. ഇന്ന് ഒന്ന് ഫ്രീ ആയത്. ചേച്ചിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ചേച്ചി നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയാണ്. അതുപോലെ നല്ലതായിട്ട് പടം വരയ്ക്കും. കൃഷ്ണൻ്റെയും എന്ത് പടമാണ് നല്ല രീതിയിൽ വെണ്ണക്കണ്ണന്റെ പടമാണ് ഫേവറേറ്റ് ചേച്ചി വരയ്ക്കുന്നത്. അപ്പൊ വെണ്ണക്കണ്ണൻ, ഗുരുവായൂരപ്പൻ ചേച്ചി തന്നെ. അപ്പൊ ഇപ്പൊ ഞാനൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ രേണു സുധിയുടെ സുധിലയത്തിലേക്ക് കൊടുക്കാന്ന് ഞാൻ കുറേ മുമ്പേ പറഞ്ഞതാണ്. കാരണം ഞാൻ ചേച്ചി സുധിച്ചേട്ടനുള്ളപ്പോഴേ ഇതൊന്നും ഞാൻ പറയേണ്ട വന്നില്ല. അപ്പോൾ പറയും പുതിയതായിട്ട് ക്രിയേഷൻ ചെയ്യുന്നത്. ക്രിയേഷൻ ഒന്നുമല്ല, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാപ്പി, അതായത് സുധിച്ചേട്ടൻ അളിയാന്ന് വെച്ചാൽ ഇവര് ഉറ്റ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ജീവനോടുള്ളപ്പോൾ സുധിച്ചേട്ടൻ. അപ്പോൾ സുധിച്ചേട്ടനും ചേട്ടാപ്പിയോട് വരെ പറയുമായിരുന്നു, അല്ല ചേട്ടാപ്പി ഇങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ പറയാം ഞാൻ കള്ളത്തരം ഉണ്ടാക്കി തന്നു. ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അളിയാന്ന് വിളിക്കുന്നത്. അളിയാ നമുക്കൊരു നെറ്റിപ്പട്ടം വേണം, അതാണ് ഒരു വീടിൻ്റെ അഴകെന്ന് എപ്പോഴും സുധിച്ചേട്ടൻ പറയത്തില്ലായിരുന്നു. ഒന്ന് വന്ന് പറഞ്ഞില്ല, ഞാൻ കള്ളത്തരം പറയാൻ പറയും. ഇതാണ് ഞങ്ങളുടെ ചേട്ടാപ്പി. ചേട്ടാപ്പി ഒന്ന് പറയാം സുധിച്ചേട്ടൻ്റെ കാര്യം. സുധിച്ചേട്ടൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്നു ചേട്ടാപ്പി. പറ ചേട്ടാപ്പി. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വീട് വെക്കണം. പിന്നെ അവർക്ക് നല്ലൊരു നെറ്റിപ്പട്ടം മുതൽ വെക്കാൻ അറിയാം. എപ്പോഴും ഏത് സമയം പറയണമെന്ന് ആഗ്രഹമായിരുന്നു. ചേച്ചിയായിട്ട് ഒരുപാട് നന്ദിയുണ്ട്. അതെ, ഒരുപാട് നന്ദി. കാരണം സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നല്ല, സന്തോഷിക്കുന്നുണ്ട് സുധിച്ചേട്ടാ. അതെ, നമ്മുടെ നെറ്റിപ്പട്ടം ഇവിടെ തയ്യാറായി കൊണ്ടുവന്ന് ചേച്ചി. അത് കാരണം എന്നോടും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആവട്ടെ നമ്മളൊരു വീടാകുമ്പോൾ നെറ്റിപ്പട്ടം വേണം. എനിക്കും വലിയ ആഗ്രഹമായിരുന്നു. അപ്പം നമുക്കതൊന്നും മേടിക്കാനോ ഉണ്ടാക്കാനോ ആൾക്കാരെ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ചേച്ചി സുധിച്ചേട്ടൻ്റെ ആത്മാവ് പറഞ്ഞിട്ടാണോ എന്നറിയത്തില്ല, ദൈവദൂതനെ പോലെ ചേട്ടൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പം ചേട്ടൻ്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. മരിച്ചു പോയെങ്കിലും ചേട്ടൻ്റെ ആത്മാവ് ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ചേച്ചിക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ തരണോന്ന്? എനിക്ക് പെട്ടെന്നാണ് ഞാനിത് ഈ വീടിന്റെ കയറി താമസത്തിനൊക്കെ ഞാൻ വീഡിയോ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സുധിലയത്തിലേക്ക് നമ്മുടെ രേണു സുധിക്ക് ഒരു നെറ്റിപ്പട്ടം കൊടുത്താൽ എന്താ, അങ്ങനെ എനിക്ക് പെട്ടെന്നാണ് എനിക്ക് അങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പണ്ട് മുതലേ വരയ്ക്കുമായിരുന്നു. അപ്പൊ കുറെ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടൊക്കെ വര എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇപ്പൊ അന്യം നിന്ന് പോണ കലയായിരുന്നു. അപ്പൊ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് തന്നെ ഞാൻ മറന്നുപോയി തുടങ്ങിയ ഒരു ജീവിത സാഹചര്യം കൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഗുരുവായൂരത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് തോന്നിക്കുകയാണ്, എനിക്കെന്തുകൊണ്ട് അതുപോലത്തെ പടങ്ങൾ വരച്ചുകൂടാ, എനിക്ക് വരയ്ക്കാൻ അറിയാലോ. അങ്ങനെ ഞാനത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ രേണു സുധിക്ക് ഒരു മാതാവിനെ വരച്ചു കൊടുക്കാന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ വരുന്നത് മാതാവിന്റെ ചിത്രമായിട്ട്. പിന്നെ ഈ നെറ്റിപ്പട്ട സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പം ഗജകേസരിമാർ അണിയുന്നതൊക്കെ നമ്മൾ കണ്ടുള്ളൂ. അതുപോലെ ഓരോ വീടുകളിലൊക്കെ വലിയ വലിയ വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ തൂക്കിയിട്ടൊക്കെ കണ്ട് നമ്മൾ തൊട്ടിട്ട് പോലും അത്ര നമുക്ക് ഭയങ്കര എന്താ, അത് കാണുമ്പോൾ ഒരു ആരാധനയാണ് എനിക്കൊക്കെ. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ഒരു ഭക്തിയാണ് എനിക്ക് ആ നെറ്റിപ്പട്ട സത്യം. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ സുധിച്ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കാണുന്നുണ്ട്, ഏട്ടൻ കാണുന്നുണ്ട്. ഒത്തിരി നന്ദി ചേച്ചി, ഒരുപാട് താങ്ക്സ് കേട്ടോ, ഒത്തിരി താങ്ക്സ്. ശരി, അപ്പം നമുക്കതൊന്ന് കാണാം. വരും. ഇതാണ് നെറ്റിപ്പട്ടം. ഭയങ്കര സന്തോഷം, ഭയങ്കര ചക്രമാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിന്റെ ഓരോ ചേച്ചി തന്നെ ഇത് ചെയ്തതാണ്. ചേച്ചിയുടെ കരവിരുത് ഇത് ഭയങ്കര എടുത്ത് പറയത്തക്ക വിധം എനിക്ക്. ഇപ്പൊ ഞാന് ഇവിടെ നമ്മൾ വേറെ ഒരു സംഭവമാണ് വെക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വിശ്വാസം അനുസരിച്ചിട്ടാണ്. അതെ, രേണുവിന് വേണ്ടി ഞാനിത് പ്രത്യേകം അതവിടെ വെച്ചതാണ്. ഭയങ്കര കുരിശടയാളത്തിലുള്ള നെറ്റിപ്പട്ട. അത് ഭയങ്കര. ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോ പലരും ചോദിച്ചു എന്താണ് കുരിശ് എന്ന് ചോദിച്ചു. കാരണം കുരിശ് ഇത് നെറ്റിപ്പട്ടത്തിൽ കാണുക അപൂർവമാണ് ആണ്. അപ്പൊ നമ്മുടെ സുധിലയത്തിലേക്ക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഞാൻ വന്നോണ്ട് ഇത് ചിന്തിച്ചതാണ് ഇത് കണ്ടപ്പോ. പക്ഷെ ഞാൻ എങ്ങനെ ചേച്ചി എനിക്കറിയില്ലല്ലോ, ഇത് തന്നെ ആയിരിക്കും. ചേച്ചിയോട് ചോദിക്കണം. ചേച്ചി തന്നെ ഇത് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷം. നമ്മൾ ക്രിസ്ത്യൻ വിശ്വാസിയാണ്, ബിലീവേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഇത് കണ്ടു. ഒരുപാട് ചേച്ചിക്ക് നന്ദി പറയുന്നുണ്ട്. ചേച്ചി ചെയ്ത വലിയ കാര്യമാണ്. താങ്ക് യു സോ മച്ച്.